ഹായ് ഹലോ സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കൊറിയർ ഓഫീസിലേക്കാണ് കേട്ടോ പോണത്. അവിടെ നമ്മുടെ ഒരു ചെടിയുടെ പാഴ്സൽ വന്നിട്ടുണ്ട്. അത് മേടിക്കാനാണ് കേട്ടോ പോണത്. അപ്പം അത് കുന്നംകുളത്താണ് ഉള്ളത്. അവിടേക്കാണ് വരുള്ളൂ. നമ്മുടെ വീടിൻ്റെ അവിടെയൊന്നും അതില്ല കേട്ടോ. അപ്പം ആ പോകുന്ന വഴിയിലുള്ള ഒരു കടയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ കുറച്ച് ഈ ചുരിദാറുകൾ. നല്ല ഭംഗിയുള്ള കളറുകൾ കേട്ടോ, നല്ല ഭംഗിയുള്ള കളറുകൾ. അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പം നമ്മളതൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടാ. അപ്പം ഇത് കയ്യിലിരിക്കുമ്പോൾ ഇതിങ്ങനെ തുറന്നു നോക്കാൻ ഉള്ള ഒരു ഇതാണ് കേട്ടോ. നമുക്ക് എന്താവും ചെടിയുടെ അവസ്ഥ എന്നുള്ളത് ആലോചിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വരുത്തുമ്പോഴേ പെട്ടെന്ന് വരും ചെയ്തു. അപ്പോൾ ചെടി എങ്ങനെ ഉണ്ടാവും, പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ചെടിയൊക്കെ ശരിക്കും ഇങ്ങനെ അവർ കാണിച്ചു തരുമ്പോൾ അതിൻ്റെ വലുപ്പമൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാവും, ഇനി വീട്ടിൽ വന്നാൽ എത്ര വലുപ്പം ഉണ്ടാവും എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇത് വേഗം തന്നെ ഞാൻ അപ്പം തന്നെ തുറന്നു നോക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാക്കിങ് എന്ന് പറയുന്നത് സാധാരണ ഒരു പെട്ടിയാണ് ഉണ്ടായുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചട്ടിയൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായി കേട്ടോ. അപ്പോൾ ചെടി എന്തോരം ഉണ്ടാവുമെന്നാണ് അപ്പം ഞാൻ ഊഹിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ ചെറിയ ചെറിയ പൊതികളാണെങ്കിലും അഴിച്ചു നോക്കിയപ്പോൾ സമാധാനമായി കേട്ടോ. കാരണം എന്താ വെച്ചിട്ടാ, ചെറിയ ചെടിയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ കാണിച്ചു തരുമ്പോൾ നമുക്ക് ചെടിയുടെ വലുപ്പം അറിയില്ല, കുറച്ചും കൂടി വലിയതായിട്ട് തോന്നും ചെടി നമുക്കിങ്ങനെ കാണിച്ചു തരുമ്പോൾ. പക്ഷേ ചെടി ആ ഒരു സീഡ്ലിങ്സ് എന്ന് പറയില്ലേ, അതാണ് എനിക്ക് കിട്ടിയ ചില ചെടികൾ. ഒരെണ്ണം മാത്രമാണ് കുറച്ചൊരു ചെറിയ പോട്ടിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ സീഡ്ലിങ്സിനെക്കാട്ടും വലിയ ചെടിയാണ് കേട്ടോ അത് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നിന്നിട്ട് കുറച്ച് വലുതായിട്ടുള്ള രീതിയിൽ ആണ് കിട്ടിയത്. അപ്പോൾ നല്ല അത്ര ചെറിയ ചെടിയല്ല, എന്നാൽ അത്ര വലുതും അല്ലാത്ത അങ്ങനെ നല്ല ചെടികൾ കേട്ടോ. കാരണം നല്ല ആരോഗ്യമുള്ള ചെടികൾ, പിന്നെ നല്ല കളറുകൾ. ഇത് ഓർഡർ ചെയ്യണ നേരത്ത് അവർ കാണിച്ച് തരുമ്പോൾ ഉള്ള പേര് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഓർഡർ ചെയ്തത്. അത് എനിക്കിപ്പോൾ അത്ര പറയാൻ പറ്റണില്ല കേട്ടോ. ഇതിൻ്റെ പേരുകൾ അത്രയും കൂടെ ഓർമ്മ നിൽക്കില്ല. പിന്നെ നമ്മൾ ഇതായിട്ട് അധികം ഇതല്ലല്ലോ, ഈ ചെടികൾ നമ്മൾ അധികം വാങ്ങാറില്ലല്ലോ. അത് കാരണം ഇതിൻ്റെ പേരുകൾ ഇങ്ങനെ നമുക്കങ്ങനെ മനസ്സിൽ നിൽക്കില്ല. അപ്പം അതാണ് കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു പച്ച ഇലയും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ ഇലയുടെ നടുക്ക് വരുന്ന ഞരമ്പുകളൊക്കെ നല്ല ചുമന്ന കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഞാനിതിങ്ങനെ ആലോചിക്കും, ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ എന്ത് ഭംഗിയുണ്ടാവുമെന്ന് കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കെയർ അങ്ങനെയൊന്നും അത്ര കാര്യമായിട്ട് അറിയില്ല. എന്നാലും മേടിച്ചിട്ട് നമ്മൾ വളർത്തി നോക്കുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ ഈ ചെടികൾ എത്ര എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറേയൊക്കെ നമ്മളിങ്ങനെ ഈ ഓരോ ഇതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കും. അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. നമുക്ക് വളർത്തി വലുതാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പിന്നെ വലുത് വാങ്ങുമ്പോൾ നമുക്ക് ഒരു ചെടിയെ വാങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ചെറുതാകുമ്പോൾ നമുക്ക് 3-4 വാങ്ങാൻ പറ്റും, അതാണ്. അപ്പോൾ കണ്ടില്ലേ, അത് വാങ്ങിയിട്ട് വരുമ്പോൾ ഞാൻ അവിടെ ഒരു ചെടിക്കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ചെറിയ എന്താ പറയുക 10 മണിയുടെ പോട്ടുകൾ. അതും വാങ്ങിച്ചു കേട്ടോ അവിടുന്ന്. 10 മണിച്ചെടി അത് ആ പോട്ടിൽ തന്നെ കിട്ടിയത് കേട്ടോ. പിന്നെ നമ്മൾ ഈ അഗ്ലോണിമ നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടിങ് മിക്സ് എടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ കുറച്ച് ചകിരിച്ചോറ് പിന്നെ മണലും കമ്പോസ്റ്റും കൂടി കലർത്തിയിട്ടുള്ളതാണ് കേട്ടോ ഒരു മണ്ണായിട്ട് ഉപയോഗിക്കണത്. പിന്നെ ഈ നെല്ലിൻ്റെ തൊണ്ട്, പിന്നെ കുറച്ച് വേപ്പ് പിണ്ണാക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയും സാധനങ്ങളാണ് അവിടെ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ നടാൻ പോണത്. ഈ ചട്ടി അധികം വലുപ്പമുള്ളതും അല്ല, പിന്നെ നമ്മുടെ ചെറിയ ചെടികളല്ല, അത് വല്ലാത്തൊരു പോട്ടിൽ കൊണ്ടുപോയി നടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത്യാവശ്യം ഒരു വലിപ്പം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു പോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ അതിന് നല്ല രീതിയിൽ ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ട ഇങ്ങനെ ഈ ഹോളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനധികം വെള്ളം അങ്ങനെ നിൽക്കണ്ടല്ലോ, അപ്പോൾ ഈ വെള്ളം നന്നായി വാർന്ന് പോകണം. അപ്പോൾ ആ രീതിയിൽ തന്നെ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നിറയ്ക്കണതൊക്കെ.
പിന്നെ നമുക്കിത് വലുതാവുമ്പോൾ അറിയാലോ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് നമ്മൾ വളർത്തി നോക്കുമ്പോഴാണ് അറിയുള്ളൂ. അല്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നോക്കി നോക്കാം, ഉണ്ടാവുമെന്ന് നോക്കി നോക്കാം. എനിക്ക് അത്ര ആഗ്രഹമായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഞാനിത്. ഈ ചെടികൾ 140 രൂപ, 170 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ വില. നല്ല ചെറുതിന് 140. പിന്നെ അതിലെ ഇത്തിരി നല്ല വലുപ്പമുള്ളതിന് എന്താ പറയുക 170 അങ്ങനെയൊക്കെ ആയിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി എന്നാലും ഒരു വലിയ ചെടി വാങ്ങുന്ന കാശെന്ന് പറയുമ്പോൾ 700 രൂപയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വിലയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ചെറുത് വാങ്ങി വളർത്താമെന്നുള്ള വിചാരത്തിലാണ് കേട്ടോ അത് വാങ്ങിയത്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് പിറ്റേ ദിവസം വന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ പിന്നെ ചെടി അധികം നാശമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, പെട്ടെന്ന് വന്നില്ലേ, അങ്ങനെ അത് കാരണം കേട്ടോ. അപ്പോൾ എല്ലാതും കൂടിയിട്ട് കൂട്ടി കലർത്തിയിട്ട് ഇങ്ങനെ ചട്ടിയിൽ നിറച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്ത പോട്ടിംഗ് മിക്സ് എനിക്ക് തികഞ്ഞില്ല, എന്നിട്ട് ഞാൻ രണ്ടാമതും വേറെ വീണ്ടും കലർത്തിയെടുത്തു കേട്ടോ. അങ്ങനെയാണ് എല്ലാ പോട്ടും നിറച്ചത്. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒരു കോളാമ്പി ചെടിയുടെ ഒരു തൈ ഉണ്ടായിരുന്നു, വാങ്ങിച്ച് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടിയുള്ള മണ്ണ് ഞാൻ എടുത്തു വിട്ടാ. അപ്പോൾ ബാക്കിയുള്ളതായ കാരണം അത് അതിലും നിറച്ചു. അപ്പം അങ്ങനെ അതും കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് മണ്ണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. ബാക്കി വന്നിട്ട് അങ്ങനെ വേറെ എടുത്ത് വെച്ചാലേ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഞാനത് കൊണ്ടുവച്ച സ്ഥലത്തിരുന്ന് മഴ നനയുകയും ചെയ്യും. അപ്പം അത് ആകെ ഒട്ടി പിടിച്ച പോലെയാവും. അത് കാരണം കൊണ്ടാണ് വേഗം തന്നെ വേറെ ചെടി നടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം കണ്ടില്ലേ നമ്മുടെ ചെടികൾ എന്താ ഉഷാറായിട്ടിരിക്കണമെന്ന് അറിയാം. ഇനി ഞാനിത് ഇതിൽ നിന്ന് ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് എൻ്റെ പോട്ടിങ് മിക്സിലേക്ക് വെക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല, എന്നാലും മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നിൽക്കാൻ എന്ത് രസമാണ് കാണാൻ. ഇങ്ങനെ ഈ ചെടി ഇങ്ങനെ എല്ലാ ഇലകളും പല പല ഡിസൈനുകളായിട്ടേ നല്ല രസമാണ് കാണാൻ. അതിനൊരു ഗ്ലേസിങ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഇല എന്ത് രസമാണ് കാണാനായിട്ട്. അപ്പം അതിൻ്റെ ഈ പോട്ട് ഇങ്ങനെ മാറ്റുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. അതിൻ്റെ മൂട്ടിലുള്ള ഒരു എന്താ പറയുക, നമ്മുടെ ഓർക്കിഡൊക്കെ വെക്കണ പോലത്തെ ഒരു ചെറിയ പോട്ടിലാണ് കേട്ടോ അത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം നല്ലോണം അതിൽ ഇങ്ങനെ പ്രസ്സായിട്ടായിരുന്നു ഇടുന്നത് അതിൻ്റെ വേരൊക്കെ. അപ്പം ഇനി വേര് ഭയങ്കര പെട്ടെന്ന് പൊട്ടിപ്പോവേ, അത് കാരണം നന്നായി ശ്രദ്ധിച്ചിട്ടാണ് അത് ഞാൻ അഴിച്ച് മാറ്റിയെടുത്തത് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ വേരിന് എന്തെങ്കിലും ഒരു ചതവ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു ചെടിയാണല്ലോ, അത് കാരണം പേടിച്ചിട്ടാണ് ഞാൻ അതൊക്കെ മാറ്റിയെടുത്ത് വെച്ചത് കേട്ടോ. പിന്നെ അതിലധികം മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് ചെടീനെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ നമ്മളെ കൈ അമർന്നാലും വേര് പൊട്ടിപ്പോയി. അപ്പം അങ്ങനെ അത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. എല്ലാ ചെടികളും ഇങ്ങനെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതങ്ങനെ എല്ലാതും അങ്ങനെ നട്ടുകൊടുത്തു. പിന്നെ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാലേ വീടിൻ്റെ മുന്നിൽ ഈ ഒരു ചെടി ഇരിക്കുമ്പോൾ എന്തൊരു ഭംഗിയാവുമെന്ന് അറിയാം. ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നമ്മളിങ്ങനെ കാണില്ലേ ഓരോ വീട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചവിട്ടുപടിയിലും സൈഡിലൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ചിലവരിങ്ങനെ സ്റ്റാൻഡൊക്കെ അടിച്ചിട്ടൊക്കെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടാവും. അത് എന്തൊരു ഭംഗിയാവുക കാണാനായിട്ട്. അത് ഇതുപോലെ നല്ല വലിയ വലിയ ഇലകളായിട്ടേ കുറേ തൈകളൊക്കെ നിറഞ്ഞിട്ടുള്ള ചട്ടി നിറച്ച് നിൽക്കുന്ന ചെടികളാവുക. അത് എന്ത് ഭംഗിയാവുക. ഞാനാലോചിക്കുക എൻ്റെ ഈ ചെടിയൊക്കെ അങ്ങനെ എന്നാ ആവുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കുഴിച്ചിടുമ്പോൾ ആലോചിക്കണത് എത്ര ദിവസം പിടിക്കും ഇത് അങ്ങനെയൊക്കെ ആവാന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ആ കോളാമ്പി ചെടി എന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു ഈ ചെറിയ പോട്ട്. അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതോടൊക്കെ വെക്കാനും എനിക്ക് തോന്നണില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കുത്തി പറിച്ചെടുത്തു കേട്ടോ. ഇനി ചെടി ഉണ്ടാവുമോ എന്ന് തന്നെ അറിയില്ല, എന്നാലും കുഴിച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റി വെച്ചിട്ടുണ്ട് വേറെ പാത്രത്തിലേക്ക്. അപ്പം അങ്ങനെ അത് അങ്ങനെ സെറ്റായി കേട്ടോ. അപ്പോൾ ഭംഗിയായിട്ട് നമ്മുടെ ചെടി റീപ്പോർട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്നു വരണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വളങ്ങളൊക്കെ കൊടുക്കണം വെച്ചെങ്കിൽ ഈ ചെടി കുഴിച്ചിട്ട് ഇപ്പോൾ ഇതിങ്ങനെ കുഴിച്ചിട്ടിട്ടല്ലല്ലോ, ഇനി കുറേ ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഇലയോ 2 ഇലയൊക്കെ ഒന്ന് വേറെ വിരിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും വളങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ ധൈര്യം ഉണ്ടാവുള്ളൂ. എല്ലാ വെച്ചെങ്കിൽ പെട്ടെന്ന് വളം ഒഴിച്ചു കൊടുത്താൽ നാശാവുകയെ. അപ്പോൾ
ഇത് നട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ ഞാൻ ഭംഗിയായിട്ട് നിരത്തി വെച്ചപ്പോൾ ഇതാ കണ്ട ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെടി പറിച്ച് നടൽ വീഡിയോ, നമ്മുടെ അഗ്ലോണിമ ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഈ ചെടിയൊക്കെ നന്നായി വളരാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തോട്ടോ. എൻ്റെ എന്ത് കാര്യം അങ്ങനെ അത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതെന്താ ഉണ്ടാവണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.